ഹായ് ലേണേഴ്സ്, iPlus ട്രെയിനിങ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NTA UGC നെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 18 മുതലാണ് എക്സാം തുടങ്ങുന്നത്. നമ്മുടെ കയ്യിൽ ഇനി അധികം സമയമില്ല അല്ലേ? ഒരു 40+ ഡേയ്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു 40 ദിവസത്തെ ഒരു ക്വിക്ക് റിവിഷൻ ആണ്, ഒരു ക്വിക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ പഠിച്ചു തുടങ്ങിയവരുണ്ടായിരിക്കാം, അതുപോലെ കാലങ്ങളായിട്ട് നെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒന്ന് റിവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. ഓക്കെ, എക്സാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. ജൂൺ 18 നമ്മുടെ എക്സാം വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് കറക്റ്റ് നമ്മുടെ ഹിസ്റ്ററി എക്സാം എന്താണെന്നുള്ളതിന്റെ കറക്റ്റ് ഒരു ഡേറ്റ് NTA അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ജൂൺ 18 തന്നെ കണക്കാക്കിയിട്ടാണ് നമ്മൾ 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം 3 മണിക്കൂറാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. പുതിയ പരിഷ്കരിച്ച രീതി അനുസരിച്ച്, NTA പരിഷ്കരിച്ച രീതി അനുസരിച്ചിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് പകരമായിട്ട് OMR ഷീറ്റിൽ വരുന്ന എക്സാം ആണ് ഇത്തവണ ഉള്ളത്. കണ്ടിന്യൂസ് 3 hour എക്സാം ആണ് വരുന്നത്. 1 hour ജനറൽ പേപ്പറിനും 2 hour സബ്ജക്റ്റ് പേപ്പറിനുമായിട്ടാണ് വരുന്നത്. ദെൻ എക്സാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. ദെൻ എക്സാമിന്റെ ഒരു പാറ്റേൺ, അതുപോലെ അതിന്റെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സബ്ജക്റ്റ് പേപ്പർ, ഹിസ്റ്ററി സബ്ജക്റ്റ് പേപ്പറിൽ ഇന്ത്യൻ ഹിസ്റ്ററി ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്. അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്കുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എക്സാമിൽ നമുക്ക് എങ്ങനെയാണ് വേൾഡ് പേപ്പർ കൂടി വരുന്നുണ്ട് അല്ലേ? പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പേപ്പർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് ഇത് ഡിഫിക്കൽട്ടി ഇല്ലാത്തതാണ് എന്ന് കരുതരുത്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ തന്നെ A to Z കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ 10 യൂണിറ്റിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടോപ്പിക്ക് ഒഴിച്ചു നിർത്തി മറ്റേത് പഠിക്കുക എന്ന് നമുക്ക് വിചാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എല്ലാ ടോപ്പിക്കിനും ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ ക്വസ്റ്റ്യൻ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻ കാലങ്ങളിലെ അപേക്ഷിച്ചിട്ട് ഈ ഒരു അടുത്ത് വരുന്ന ഒരു ട്രെൻഡാണ്. അതായത് കുറേയധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ നൽകിയിട്ട് അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ നൽകിയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുക. അതായത് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്തരം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിഞ്ഞിരിക്കണമെങ്കിൽ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനോട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണോ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു തീം നമ്മൾ മനസ്സിലാക്കി എടുക്കണം. മുൻകാലങ്ങളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത് വന്നിട്ടുള്ള എക്സാമുകളിലൊക്കെ തന്നെ ഇത്തരം അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ നൽകി അതിനോട് സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് 4 ഓപ്ഷൻസ് ആയിട്ട് നൽകി ഒരെണ്ണം നമ്മൾ പിക്ക് ചെയ്യുക എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കപ്പാസിറ്റി നമുക്ക് അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് നമുക്ക് ഈ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ദെൻ ബുക്ക് ആൻഡ് ഓതറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ഓരോ ഹിസ്റ്റോറിയൻസിന്റെ സ്റ്റേറ്റ്മെന്റ്സ്, അതുപോലെ ഓരോ ഹിസ്റ്റോറിയൻസിന്റെ ഡെഫിനീഷൻസ്, അതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ധാരാളമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചിലപ്പോൾ ഒരു ഹിസ്റ്ററി ഡെഫിനീഷൻ കൊടുത്തിട്ട് ഈ ഒരു ഡെഫിനീഷൻ കൊണ്ടുവന്നിട്ടുള്ള ഹിസ്റ്റോറിയൻ ആരാണ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡീറ്റെയിൽസ് വരുന്നത്. ഇനി നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, iPlus നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 40 ദിവസത്തെ ക്വിക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ ആണ്. ഈ 40 ദിവസം കൊണ്ട് നമ്മൾ 10 യൂണിറ്റ് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ 2 യൂണിറ്റ് കഴിയുമ്പോഴും ഒരു ദിവസം റിവിഷന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. ഡേ 1 നമ്മൾ യൂണിറ്റ് 1 ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. യൂണിറ്റ് 1 പാർട്ട് 1. യൂണിറ്റ് 1 പാർട്ട് 1 എന്ന് പറയുന്നത് സോഴ്സസ് അബൌട്ട് ഇന്ത്യൻ ഹിസ്റ്ററി,
ആർക്കിയോളജിക്കൽ സോഴ്സസ്, ലിറ്റററി സോഴ്സസ് ആൻഡ് ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്ന അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ പാർട്ട് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ധാരാളം ഹിസ്റ്ററി ബുക്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് സംബന്ധിക്കുന്ന ലിറ്റററി വർക്ക്സും അതുപോലെ തന്നെ ഫോറിൻ അക്കൗണ്ട്സ് ആയിട്ടുള്ള വർക്ക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ഈ ഒരു പാർട്ട് 1 കവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡേ 1 ഒരൊറ്റ പാർട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ദിവസം യൂണിറ്റ് 1 പാർട്ട് 2 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവിടെ പറയുന്നത് സ്റ്റോൺ ഏജിനെ കുറിച്ചിട്ടാണ്. പാലോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഏജസ് ആണ്. ഇവിടെയും അത്യാവശ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത്യാവശ്യം കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം സൈറ്റുകളെ കുറിച്ചിട്ടും അതുപോലെ ആ ഒരു സൈറ്റിന്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ ഇവിടെ പഠിക്കാനുണ്ട്. ദെൻ മൂന്നാമത്തെ ദിവസം യൂണിറ്റ് 1 പാർട്ട് 3 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ ആണ് പാർട്ട് 3 വരുന്നത്. അവിടെയും അത്യാവശ്യം സൈറ്റ്, അതുപോലെ സൈറ്റിൽ നിന്നും എക്സ്കവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആർട്ടിഫാക്ട്സിനെ കുറിച്ചിട്ട് അത്തരം ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടെ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെയും ഒരൊറ്റ പാർട്ട് മാത്രം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഡേ 4 യൂണിറ്റ് 1 പാർട്ട് 4 ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവിടെ വേദിക് ഏജ് ആണ്. വേദിക് ഏജും അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ടാണ് ഒരൊറ്റ പാർട്ട് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ അഞ്ചാമത്തെ ദിവസം നമ്മൾ യൂണിറ്റ് 1 അഞ്ചാമത്തെ പാർട്ടും കംപ്ലീറ്റ് ചെയ്യാണ്. അങ്ങനെ യൂണിറ്റ് 1 നമ്മൾ അഞ്ചാമത്തെ ദിവസത്തോട് കൂടിയിട്ട് അവസാനിപ്പിക്കുകയാണ്. ദെൻ ആറാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് യൂണിറ്റ് 2 1ഉം 2ഉം പാർട്ടുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മഗധ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് മൗര്യൻ എംപയർ ആണ്. ദെൻ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ എംപയർ, ഡിക്ലൈൻ, അശോക ഈഡിക്ട്സ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഒരൊറ്റ ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു 2 പാർട്ടുകളും ഒരു കണ്ടിന്യൂവേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഒരു ദിവസം കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് അശോകൻ ഈഡിക്ട്സ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഓർമ്മയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഓരോ ഈഡിക്റ്റിന്റെയും പ്രത്യേകതകൾ, അതിന്റെ പ്ലേസ്, ഇറക്ട് ചെയ്തിട്ടുള്ള ഒരു ഇവന്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മൗര്യൻ എംപയറിന്റെ ഒരു ഫ്ലറിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എംഫസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഏഴാമത്തെ ദിവസം യൂണിറ്റ് 2 പാർട്ട് 3 ആണ് നമ്മൾ പറയുന്നത് ഇന്ത്യ ഇൻ പോസ്റ്റ് മൗര്യൻ പീരീഡ്. ഇവിടെ ധാരാളം കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറെ അധികം കിങ്ഡംസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കുറെ ഡൈനാസ്റ്റികൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പീരീഡ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം ഡേ 7. ദെൻ ഡേ 8 എട്ടാമത്തെ ദിവസം യൂണിറ്റ് 2 പാർട്ട് 4ഉം 5ഉം ആണ് നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നാലാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഗുപ്ത വാകാടക ഏജ് ആണ്. അതുപോലെ അഞ്ചാമത്തെ പാർട്ട് അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഗുപ്ത ഏജ് അറ്റ് ഇറ്റ്സ് പീക്ക്. അപ്പൊ ഗുപ്ത ഏജിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ആണ് 4ഉം 5ഉം പാർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതോട് കൂടിയിട്ട് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ 1ഉം 2ഉം യൂണിറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, ഈ 2 യൂണിറ്റിന്റെയും ഒരു റിവിഷൻ ആണ് 9ാമത്തെ ദിവസം. നമ്മൾ ഈ 2 യൂണിറ്റിൽ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് റിവൈസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുക. ദെൻ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ കുറച്ചധികം പോർഷൻസ് ചില ഡേയ്സിൽ നമുക്കുണ്ടല്ലോ, അപ്പൊ അതിൽ പെൻഡിങ് എന്തെങ്കിലും നിൽക്കുന്നുണ്ടല്ലോ, മാക്സിമം പെൻഡിങ് വരാതെ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അത്തരം എന്തെങ്കിലും പെൻഡിങ് അഥവാ ഉണ്ടെങ്കിൽ ആ പെൻഡിങ് വർക്കുകളൊക്കെ തന്നെ 9ാമത്തെ ദിവസം നമ്മൾ വെച്ച് അതങ്ങ് ഫിനിഷ് ചെയ്യണം. ഓക്കെ, റിവിഷനും ഒക്കെ കൂടി ചെയ്തിട്ട് നമ്മൾ അതങ്ങ് ഫിനിഷ് ചെയ്യുക. അങ്ങനെ നമ്മുടെ 2 യൂണിറ്റ് തറായി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഡേ 10 നമ്മൾ 3ാമത്തെ യൂണിറ്റ് തുടങ്ങുകയാണ്. 3ാമത്തെ യൂണിറ്റിലെ പാർട്ട് 1 and 2 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത്. 3ാമത്തെ യൂണിറ്റിലെ പാർട്ട് 1 എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡംസ് ഇൻ ഡെക്കാൻ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റ് ഇന്ത്യ. ഇത്രയും പോർഷൻസ് ആണ് ഉള്ളത്. ഗുപ്ത ഏജിന് ശേഷം ഇന്ത്യയിൽ എമർജ് ചെയ്തു വന്നിട്ടുള്ള പുതിയ കിങ്ഡംസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാർട്ട് വരുന്നത് യൂണിറ്റ് 3 രണ്ടാമത്തെ പാർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ, ട്രേഡ്, ലാൻഡ് ഗ്രാൻഡ്സ് എന്നിവയാണ്. ദെൻ 11ാമത്തെ ദിവസം 3ാമത്തെ യൂണിറ്റിലെ പാർട്ട് 3 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്.
ഗ്രോത്ത് ഓഫ് ബ്രാഹ്മണിക്കൽ റിലീജിയൻ, ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി എന്നിവയാണ്. അതായത് എർലി മിഡീവൽ ഇന്ത്യയുടെ ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഇനി 12ാമത്തെ ദിവസം യൂണിറ്റ് 3-ലെ 4-മത്തെയും 5-മത്തെയും പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4-മത്തെ പാർട്ടിലെ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിക്കുമ്പോൾ 5-മത്തെ പാർട്ടിലെ ഡിബേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഏർലി മിഡീവൽ ഇന്ത്യ, അറബ് കോണ്ടാക്ട് എന്നിവയാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത്. അതോടുകൂടിയിട്ട് 3-മത്തെ യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്യുകയാണ്. ദെൻ 13-മത്തെ ദിവസം നമ്മൾ 4-മത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. 4-മത്തെ യൂണിറ്റിലെ 1ഉം 2ഉം പാർട്ടുകളാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1-മത്തെ പാർട്ട് വരുന്നത് സോഴ്സസ് ഓഫ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, ആർക്കിയോളജിക്കൽ ആൻഡ് ലിറ്റററി സോഴ്സസ് ആണ്. ദെൻ 2-മത്തെ പാർട്ട് വരുന്നത് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്, സുൽത്താനേറ്റ് പീരീഡ്, സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് പറയാൻ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ 14-മത്തെ ദിവസം 4-മത്തെ യൂണിറ്റിലെ തന്നെ 3-മത്തെ പാർട്ടായിട്ടുള്ള മുഗൾ എംപയർ ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. മുഗൾ എംപയർ അത്യാവശ്യം വലിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ പാർട്ട് മാത്രമേ 14-മത്തെ ദിവസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇനി 15-മത്തെ ദിവസത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-മത്തെ യൂണിറ്റിലെ 4ഉം 5ഉം പാർട്ടുകൾ, അതായത് വിജയനഗര ആൻഡ് ബാമിനി കിങ്ഡം, അതുപോലെ റൈസ് ഓഫ് മറാത്താസ്, ഈ 2 പോർഷൻസ് ആണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത്. അങ്ങനെ നമ്മൾ 3-മത്തെയും 4-മത്തെയും യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് 16-മത്തെ ദിവസം ഈ 2 യൂണിറ്റുകളുടെയും കൂടിയിട്ടുള്ള ഒരു റിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഡേ 17-ല് 5-മത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ 5-മത്തെ യൂണിറ്റിലെ പാർട്ട് 1 ആണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് അത്യാവശ്യം വലിയ പോർഷൻ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ പാർട്ട് മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ദെൻ 18-മത്തെ ദിവസം യൂണിറ്റ് 5-ലെ 2-മത്തെ പാർട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് മുഗൾസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഇനി 19-മത്തെ ദിവസം 5-മത്തെ യൂണിറ്റിലെ പാർട്ട് 3 ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഡെക്കാൻ, അതുപോലെ 20-മത്തെ ദിവസം 5-മത്തെ യൂണിറ്റിലെ 4ഉം 5ഉം പാർട്ടുകൾ, അതായത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ള ഒരു പോർഷനും അതുപോലെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്നുള്ള ഒരു പോർഷനും ആണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ 21-മത്തെ ദിവസം 6-മത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങുകയാണ്. 1ഉം 2ഉം പാർട്ടുകളാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1-മത്തെ പാർട്ട് സൊസൈറ്റി ആൻഡ് കൾച്ചർ, സൂഫിസം, ഭക്തി മൂവ്മെന്റ്, സിഖ് മൂവ്മെന്റ് ഒക്കെ ഈ ഒരു പാർട്ടിലാണ് വരുന്നത്. 2-മത്തെ പാർട്ടിൽ വരുന്നത് സോഷ്യൽ ക്ലാസിഫിക്കേഷൻ ആണ്. ദെൻ 22-മത്തെ ദിവസം 6-മത്തെ യൂണിറ്റിലെ 3-മത്തെ പാർട്ട് ഡെവലപ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പൊസിഷൻ ഓഫ് വിമൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇനി 23-മത്തെ ദിവസം 6-മത്തെ യൂണിറ്റിലെ 4-മത്തെ പാർട്ടായിട്ടുള്ള ഫൈൻ ആർട്സ്, മേജർ സ്കൂൾസ് ഓഫ് പെയിന്റിംഗ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ദെൻ 24-മത്തെ ദിവസം 6-മത്തെ യൂണിറ്റിലെ 5-മത്തെ പാർട്ടായിട്ടുള്ള ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഓഫ് മിഡീവൽ പീരീഡ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ദെൻ 25-മത്തെ ദിവസം ഇപ്പോൾ 2 യൂണിറ്റുകൾ നമ്മൾ കഴിഞ്ഞു, അതായത് 5ഉം 6ഉം യൂണിറ്റുകൾ കഴിഞ്ഞു. അപ്പോൾ 25-മത്തെ ദിവസം എന്താണ്, നമ്മുടെ റിവിഷൻ ഡേ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ 2 യൂണിറ്റുകൾ 5-മത്തെയും 6-മത്തെയും യൂണിറ്റിന്റെ ഒരു റിവിഷൻ 25-മത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. 26-മത്തെ ദിവസം 7-മത്തെ യൂണിറ്റ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൽ പാർട്ട് 1 and 2 ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 7-മത്തെ യൂണിറ്റിലെ പാർട്ട് 1 എന്താ, സോഴ്സസ് അബൌട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ദെൻ 2-മത്തെ പാർട്ട് റൈസ് ഓഫ് ബ്രിട്ടീഷ് പവർ ആൻഡ് ദെയർ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഇനി 27-മത്തെ ദിവസം 7-മത്തെ യൂണിറ്റിലെ തന്നെ 3 and 4 പാർട്ട്, അതായത് ബ്രിട്ടീഷ് റെഗുലേഷൻസും അതുപോലെ റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ഇനി 28-മത്തെ ദിവസം 7-മത്തെ യൂണിറ്റിലെ 5-മത്തെ പാർട്ടായിട്ടുള്ള റെഗുലേഷൻ അണ്ടർ ദ ക്രൗൺ ആണ് നമുക്ക് പഠിക്കേണ്ടത്. അതുപോലെ 29-മത്തെ ദിവസം നമ്മൾ 8-മത്തെ യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ട് തുടങ്ങി വെക്കും. കൊളോണിയൽ എക്കണോമി ആൻഡ് ഡിക്ലൈൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ആണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഇനി 30-മത്തെ ദിവസം യൂണിറ്റ് 8-ലെ പാർട്ട് 2 ബ്രിട്ടീഷ് പോളിസീസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ആണ് ഇവിടെ വരുന്നത്. ദെൻ 31-മത്തെ ദിവസം 3-മത്തെ പാർട്ടായിട്ടുള്ള 8-മത്തെ യൂണിറ്റിലെ 3-മത്തെ പാർട്ടായിട്ടുള്ള ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ്, ഫാമിൻ, ട്രൈബൽ ആൻഡ് പെസന്റ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതൊക്കെ തന്നെ അത്യാവശ്യം വലിയ ഏരിയ ആയതുകൊണ്ടാണ് ഓരോ പാർട്ടും മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ദെൻ 32-മത്തെ ദിവസം യൂണിറ്റ് 8-ലെ പാർട്ട് 4 ആയിട്ടുള്ള
ഇന്ത്യൻ സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ, മിഷണറി ആക്ടിവിറ്റീസ്, ന്യൂ എഡ്യൂക്കേഷൻ എന്നീ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. 33ാമത്തെ ദിവസം 5ാമത്തെ പാർട്ട്, യൂണിറ്റ് 8ലെ 5ാമത്തെ പാർട്ടായിട്ടുള്ള ഇന്ത്യൻ റിനൈസൻസ്, അതും അത്യാവശ്യം വലിയൊരു ടോപ്പിക് തന്നെയാണ്. കുറേയധികം സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടും അതുപോലെ അത്തരം നവോത്ഥാന നായകരെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 34ാമത്തെ ദിവസം ഈ 2 യൂണിറ്റുകളും 7ാമത്തെയും 8ാമത്തെയും യൂണിറ്റുകൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യാണ്. മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ ചെയ്തുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിക്കൊണ്ടും ഒക്കെ നമ്മൾ 34ാമത്തെ ദിവസം കൊണ്ട് ഈ 2 യൂണിറ്റ് ഒന്നും കൂടി നമ്മൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ 35ാമത്തെ ദിവസം 9ാമത്തെ യൂണിറ്റിലെ പാർട്ട് 1 ആയിട്ടുള്ള റൈസ് ഓഫ് ഇന്ത്യൻ നാഷണലിസം എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 36ാമത്തെ ദിവസം 9ാമത്തെ യൂണിറ്റിലെ 2ഉം 3ഉം പാർട്ടുകൾ, അതായത് അതർ മൂവ്മെന്റ്സ്, ഗാന്ധിയൻ മൂവ്മെന്റ്, ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെന്റ്, മുസ്ലിം ലീഗ്, ദെൻ പാർട്ടീഷൻ, അതാണ് 2ാമത്തെ പാർട്ട് വരുന്നത്. ദെൻ 3ാമത്തെ പാർട്ട് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ചാലഞ്ചസ് ഓഫ് പാർട്ടീഷൻ, ഇന്റഗ്രേഷൻ എന്നിവയാണ് വരുന്നത്. ദെൻ 37ാമത്തെ ദിവസം 9ാമത്തെ യൂണിറ്റിലെ 4ഉം 5ഉം പാർട്ടുകൾ, അതായത് മേക്കിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, എക്കണോമിക് പോളിസി എന്നിവയും അതിനോടൊപ്പം തന്നെ 5ാമത്തെ പാർട്ടായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്, ഫോറിൻ പോളിസി ഇനിഷ്യേറ്റീവ് എന്നിവയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ 38ാമത്തെ ദിവസം 10ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള 10ാമത്തെ യൂണിറ്റിൽ നമുക്ക് വരുന്നത് റിസർച്ച് മെത്തഡോളജി ആണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇപ്പൊ നമ്മൾ ഇത്രയും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ബാക്കി പോർഷൻസ് നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഏരിയ ആണ് അല്ലെ. അപ്പൊ 1ഉം 2ഉം പാർട്ടുകൾ 10ാമത്തെ യൂണിറ്റിലെ 1ഉം 2ഉം പാർട്ടുകൾ 38ാമത്തെ ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അതുപോലെ 39ാമത്തെ ദിവസം 3, 4, 5 പാർട്ടുകൾ, യൂണിറ്റ് 10ലെ 3, 4, 5 പാർട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിക് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. 40ാമത്തെ ദിവസം ഈ 2 ടോപ്പിക്കുകളുടെയും കുറിച്ചിട്ട്, ഈ 2 യൂണിറ്റുകളെയും കുറിച്ചിട്ടുള്ള ഒരു റിവിഷനും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ സിലബസ് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വിക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ നമ്മളിവിടെ ഡീറ്റെയിൽ ചെയ്തു. ഒരു ക്വിക്ക് സ്റ്റഡി പ്ലാൻ ആണ്, അതായത് ഈ ഒരു 40 ദിവസം കൊണ്ട് നിങ്ങൾ ഈ സിലബസ് ഫുള്ളി കവർ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത്. മുന്നേ നമ്മൾ കുറച്ച് നാളായിട്ടുണ്ടല്ലോ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടോപ്പിക്കുകൾ ഒന്നും കൂടി ഒന്ന് ഊന്നി പഠിക്കുക, ഒന്ന് എംഫസൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്വിക്ക് റിവിഷൻ സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഒന്ന് നമുക്ക് മനസ്സിൽ ആഴത്തിൽ അങ്ങ് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോക്ക് ടെസ്റ്റുകളൊക്കെ ധാരാളം അവൈലബിൾ ആണ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. ദെൻ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ വരുന്ന മറ്റ് പോയിന്റുകൾ, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നു, ആ ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് എന്തായാലും തരുമല്ലോ. നമ്മുടെ മോക്ക് ടെസ്റ്റിൽ 4 ഓപ്ഷൻസ് എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ശരിയായിട്ടുള്ള ആൻസർ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ബാക്കി 3 ഓപ്ഷൻസും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അറിവ് ലഭിക്കാനായിട്ട് കാര്യമാണ്. ഓക്കെ, ദെൻ ഇത് സബ്ജക്റ്റ് പേപ്പറിന്റെ ഹിസ്റ്ററിയുടെ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റഡി പ്ലാൻ. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ജനറൽ പേപ്പറും കൂടി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. സബ്ജക്റ്റ് പേപ്പറിലും ജനറൽ പേപ്പറിലും ഉള്ള മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് നമുക്കറിയാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഈ നെറ്റ് നിങ്ങൾക്ക് JRF കൂടി തന്നെ പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്